വിദ്യാർത്ഥികൾക്ക് സ്വയം പഠനം എന്ന നിലയിലാണ് തോട്ടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഓരോ ശരീരത്തിനും ഉപയോഗിക്കാവുന്ന ചെടികളുടെ വിശദമായ ബോർഡ് തോട്ടത്തിന് പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. തോട്ടം സന്ദർശിക്കുന്ന ആർക്കും ഔഷധ സസ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ ലഭിക്കും. കുട്ടികൾക്ക് ഔഷധ സസ്യത്തിൻ്റെ കുറിച്ചുള്ള ഒരു അറിവ് കൊടുക്കാനും അത് വെച്ച് കുട്ടികൾ അവർ വീട്ടിലും ഇതിനുള്ള പ്രയോജനം എടുക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്തത്. വളർന്നു വരുന്ന തലമുറയ്ക്ക് അവർക്ക് ചുറ്റും വളരുന്ന പല സസ്യങ്ങളുടെയും പേരോ പ്രാധാന്യമോ അറിയുന്നില്ല എന്ന തിരിച്ചറിവാണ് സ്കൂൾ അധികൃതരെ ഈ ഉദ്യമത്തിലേക്ക് എത്തിച്ചത്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വഴിയരികിൽ വളരുന്ന ഓരോ ചെടിക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന അവബോധം വിദ്യാർത്ഥികളിൽ എത്തിക്കാനുള്ള ശ്രമം. നമ്മുടെ പടന്നക്കാടുള്ള കാർഷിക കോളേജിലെ രാജഗോപാലൻ സാർ, അദ്ദേഹം അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം പറഞ്ഞൊരു ഐഡിയ ആണ്, ഒരു മനുഷ്യരൂപത്തിൽ തന്നെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് ഓരോ ശരീരഭാഗത്തിനും ആവശ്യമായ ഔഷധ സസ്യങ്ങൾ അതാത് സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അവിടെ അതാത് ചെടികളുടെ പേരെഴുതി വെച്ചാൽ ഒരു നോട്ടത്തിന് ഒരു പാഠപുസ്തകം പോലെ അതൊരു ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കുട്ടികൾക്കും മുതിർന്നവർക്കും നാട്ടുകാർക്ക് മുഴുവൻ നൽകുമെന്നും അതിലൂടെ നമ്മുടെ പ്രദേശത്തുള്ള ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു ആ ചിന്ത അദ്ദേഹമാണ് പകർന്നത്. പടന്നക്കാട് കാർഷിക കോളേജിന്റെ സഹകരണത്തോടെയാണ് ഔഷധത്തോട്ട നിർമ്മാണം. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.